ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി. ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെയും പ്രാദേശിക നേതാക്കളെയും പരിഗണിക്കണമെന്ന് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സംസ്കാര സാഹിത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോസ് കെ ജോർജ് പറഞ്ഞു. അതേസമയം ഒരു വിഭാഗം ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന ആവശ്യവുമായി രംഗത്ത് വന്നപ്പോൾ മറുവിഭാഗം പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും പിന്തുണ നൽകുമെന്നും പറഞ്ഞു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ ഈ വെളിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നു എന്നുള്ള പല ന്യൂസുകളും പല ചാനലുകളും കാണുവാനിടയായി. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, നിലവിൽ ചെങ്ങന്നൂർ നിരവധി ആൾക്കാർ ഇവിടെ നല്ല സ്ഥാനാർത്ഥികളാകുവാനായിട്ടുള്ള നിരവധി പേര് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ വെളിയിൽ നിന്നും ഒരാളെ കൊണ്ട് ഇറക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ മാത്രമല്ല, ചെങ്ങന്നൂരിലുള്ള ഒത്തിരി പേരുടെ ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ഉണ്ട്, ജോജി ചെറിയാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പല ചാനലിലും കാണിക്കുന്നതനുസരിച്ച് ജോർജ് തോമസ്, അങ്ങനെ കുറേ പേരുടെ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് ചെങ്ങന്നൂരിലെ നിവാസികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരെ 140 മണ്ഡലങ്ങൾ മാത്രമുള്ള കേരളത്തിൽ എല്ലാവരെയും ചിലപ്പോൾ പരിഗണിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളുടെ എണ്ണത്തിൻ്റെ പരിമിതമായ അംഗബലം അനുസരിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അർഹരായ യോഗ്യതയുള്ള പല നേതാക്കന്മാർക്കും അവസരം കിട്ടാതെ പോകുന്നു എന്നതല്ലാതെ പാർട്ടി മനഃപൂർവ്വമായിട്ട് ആരെയും ഒഴിവാക്കുന്നതല്ല. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഒരു പുതുയുഗപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒഴിവാക്കുകയല്ല, ഓരോ ജില്ലാ തലത്തിൽ നോക്കുമ്പം സ്റ്റേറ്റ് തലത്തിൽ ഒരു യൂണിറ്റായിട്ട് നോക്കുമ്പോൾ എല്ലാ സമവാക്യങ്ങളും നോക്കിയല്ലേ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. അപ്പോൾ ആ തീരുമാനത്തെ അനുസരണമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ അച്ചടക്കത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് തീരുമാനം. അന്തിമമായി AICC പ്രഖ്യാപിച്ചാൽ അതിനോടൊപ്പമാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റ് സില്ലി കാര്യങ്ങൾ പറഞ്ഞ് കളയാനുള്ളൊരു തിരഞ്ഞെടുപ്പല്ല, ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ചെങ്ങന്നൂരിൽ ഒരു മാറ്റം ഉണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. UDF സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് ലിസ്റ്റിൽ എൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് AICC ഒരു സർവേ നടത്തിയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നിൽക്കുന്നു. ഇതുവരെ അത്തരത്തിൽ പരിഗണിച്ചില്ല. അതിൻ്റെ സിമ്പതി ഫാക്ടർ, പ്രാദേശിക ബന്ധം, പേഴ്സണൽ ബന്ധം, ഇതൊക്കെ കണക്കിലെടുത്ത് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിയിൽ പൊതുവായിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായി ചെങ്ങന്നൂരിലെ പാർട്ടിക്കാരോ നാട്ടുകാരോ ആഗ്രഹിക്കാത്ത സ്ഥാനാർത്ഥികളെ നേതൃത്വം പറയുമെന്നോ ഒന്നും ഞാനിപ്പോൾ കരുതുന്നില്ല.